പറയട്ടെ, ഇവിടത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മലക്കർക്ക് ചോദിക്കും, എന്താണത് മുടി എന്താണ് കാണുന്നത്, മുടി എന്താണ്? അപ്പൊ പറയും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള കള്ളമുടിയാണെന്ന് മറുപടി പറയേണ്ടി വരില്ലേ? അപ്പോഴെന്തായിരിക്കും അവർ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടിയാണെന്ന് വലിയ വലിയ മഹാന്മാരും പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുമ്പോ ഒരു ഭാഗം ആളുകൾ അംഗീകരിക്കുന്നില്ല. ഇനി അംഗീകരിക്കാത്തവർക്ക് ഏറെ വന്നാൽ അത് തൊടാൻ പോകണ്ട, അത് കാണാൻ പോകണ്ട, അതിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി പോകണ്ട എന്നല്ലാതെ അതിനെ തിരസ്കരിക്കാൻ, അതിനെ ചവിട്ടി മരിക്കാൻ, അതിനെ പരിഹസിക്കാൻ, അത് കളിയാക്കാൻ കഴിയോ? അത് ശംസുൽ ഉലമ പൊരുത്തപ്പെടുവോ? കന്നിയത്ത് പൊരുത്തപ്പെടുവോ? ഒരക്കൽ മുല്ലക്കോ തങ്ങൾ പൊരുത്തപ്പെടുവോ? വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പൊരുത്തപ്പെടുവോ? അല്ലാഹുവിന്റെ വറ്റ ഔലിയാക്കളും പൊരുത്തപ്പെടുവോ? മഹാന്മാർ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിലോട് ബന്ധപ്പെട്ട ഒരു വസ്തു എനിക്കാരെങ്കിലും കൊണ്ടു തന്നാൽ, ഉദ്ധരണികളൊന്നും വായിക്കാൻ ഇവിടെ സമയമില്ല, പൂർവികന്മാരെന്താണ് പറഞ്ഞത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിലേക്ക് ബന്ധപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖമീസാണ്, റസൂലുള്ളാഹിന്റെ തലയിക്കെട്ടാണ്, റസൂലുള്ളാഹിന്റെ ചെരുപ്പാണ്, റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്റെ കയ്യിലൊന്ന് തന്നാൽ, ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു? നമുക്ക് ആർക്കെങ്കിലും സംശയം വേണമെങ്കിൽ പിന്നീട് ഇൻഷാ അല്ലാഹ് മൊബൈൽ ഫോണിൽ വിളിച്ച് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാൻ. ഇപ്പോൾ വിശദീകരിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ആ മഹാന്മാരെന്തേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെതാണെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടു തന്നാൽ അപ്പം തന്നെ ഞാൻ എടുത്തിനെ ചുംബിച്ച് മുഖത്ത് വെച്ച് ചുംബിച്ച് ഞാനതിനെ വളരെ ബഹുമാനിച്ചു വെക്കും കേട്ടോ. നിനക്കാര് തന്നതാണ്? ഇത് റസൂലുള്ളാഹിയാണ്, നിന്നോട് ആര് പറഞ്ഞതാണ് എന്നെനിക്ക് ചോദിക്കാൻ കഴിയില്ല. ആ കൊണ്ടുവന്ന് തന്ന മനുഷ്യൻ ഒരു പണ്ഡിതനല്ലെങ്കിലും ഒരു വിശ്വാസയോഗ്യനല്ലെങ്കിലും ശരി, റസൂലുള്ളാഹിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തള്ളിക്കൂടാ. എന്റെ ഈമാൻ അതിന് അനുവദിക്കുന്നില്ല. സഹോദരന്മാരെ, ഇതല്ലേ പൂർവികന്മാർ മുഴുവനും കാണിച്ചത്? ഞാൻ പറയട്ടെ, സാധുക്കളായ ഞങ്ങൾ അജ്മീർ സിയാറത്തിന് പോയപ്പോ അജ്മീർ ഖാജ തങ്ങളുടെ 28ാമത്തെ ഒരു മകൻ എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഷഹറെ മുബാറക്കുണ്ട്. ഞങ്ങളത് കണ്ടിട്ട് ചുംബിച്ചിട്ടുണ്ട്, മുത്തിമണത്തിട്ടുണ്ട്. ഡൽഹി മസ്ജിദിൽ പോയപ്പോൾ ഡൽഹി ജുമാ മസ്ജിദിൽ റസൂലുള്ളാഹിന്റെ ഷഹറെ മുബാറക്കുണ്ട്. അവിടെ ഞങ്ങൾ തുറന്നു നോക്കിയിട്ടും മുച്ചുമുടിച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ റസൂലുള്ളാഹിന്റെ മുടിനൊക്കെ കണ്ട കാരണം കൊണ്ടെങ്കിലും ഞങ്ങൾ കണ്ടിന് നരകത്തിന് തൊട്ട് നീ ഹറാമാക്കണം കൊണ്ട്. അങ്ങനെ പോരാ, ബഗ്ദാദിൽ പോയപ്പോൾ അഹ്മദുൽ ബദവി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അവരുടെ മഖാമിന്റെ ഉള്ളിലും പ്രത്യേകമായിരിക്കുന്ന കാപ്പാട്ടിന്റെ ഉള്ളിൽ ഷഹറെ മുബാറക്കുണ്ട്. ഔദുലാൽ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുണ്ട്, ഔദുലാൽ ഉപയോഗിച്ചിരിക്കുന്ന പടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അതെല്ലാം ഞങ്ങൾ കണ്ടു ചുംബിച്ചിട്ടുണ്ട്. ഇപ്പോഴെന്ന് ഇബ്രാഹിം തസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലും അവിടെയും റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ ഷഹറെ മുബാറക്കും മറ്റ് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ ചുംബിച്ചു പോരാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിൽ വന്നപ്പോ ഷാഫി ഇമാമിന്റെ മഖാമിന്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചെരുപ്പ് കാരിങ്ങനെ വെച്ച ഒരു തെളുത്ത കല്ലുണ്ടെന്ന് പറഞ്ഞു. കല്ലെവിടെയും കാണുന്നില്ല. അവിടുത്തെ മുജാബിറിനോട് ഞങ്ങൾ അമീർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞതായിരിക്കും ഇപ്പോൾ കാണിക്കാറില്ല. വളരെ നിർബന്ധിച്ചപ്പോൾ കൂടെയുള്ള പലരെയും അവിടെ നിർത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ആ ഒരു പടം ഇങ്ങോട്ട് പൊക്കി നോക്കുമ്പോൾ ഒരു വെളുത്ത കല്ല് അവിടെ മലവിൽ ആ ഇമാം ഷാഫി തങ്ങൾക്കുള്ള മഖ്ബറിന്റെ ഉള്ളിൽ അവിടെയിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിലത്ത് വെച്ചിട്ടുണ്ട്. ആ പടം പൊന്തിച്ചു തന്നപ്പോൾ ആ കല്ല് കാണുമ്പോൾ ഞങ്ങളൊക്കെ നെറ്റി വെച്ച് ചുംബിച്ചു. വല്ലാത്ത സുഗന്ധ മണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അല്ലാഹുവേ, ഈ നെറ്റിയിൽ നിന്റെ ഹബീബായ റസൂലുള്ളാഹി കാല് വെച്ച കല്ലാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഈ നെറ്റി വെച്ച് ചുംബിച്ചിട്ടുണ്ട്. അതുകൊണ്ടെങ്കിലും ഞങ്ങള് നരകത്തിന് തൊട്ട് ഹറാമാക്കണം കൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഉണ്ടെന്ന് കേട്ടാൽ വ്യക്തി വൈരാഗ്യം കൂടാതെ, ഗ്രൂപ്പ് വൈരാഗ്യം കൂടാതെ, സംഘടന എതിർപ്പ് കൂടാതെ ബഹുമാനിക്കൂ മുസ്ലിമീങ്ങളെ, ആദരിക്കൂ മുസ്ലിമീങ്ങളെ. ഞാൻ അഥവാ നിന്റെ മനസ്സിൽ ആദരവ് വരുന്നില്ലെങ്കിൽ, നിനക്ക് ബഹുമാനം വരുന്നില്ലെങ്കിൽ, നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നീ ഒന്ന് മാറി വന്നോ. നീ ചീത്ത പറയാനും അവഹേളിക്കാനും പരിഹസിക്കാനും ലോകത്ത് മുഴുവൻ അത് പ്രചരിപ്പിക്കാനും നിന്നാൽ ഒരു പക്ഷേ ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, എന്തായിരിക്കും മറുപടി പറയാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ മണ്ണിനെ ഒരാൾ അവഹേളിച്ചാൽ
ഇമാം ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് ശിഫായിൽ പറഞ്ഞു കാണുന്നു, മദീനത്തെ മണ്ണിനെ ഒരാൾ അവഹേളിച്ചാൽ മദീനത്തെ മണ്ണും കെസി റോട്ടിലെ മണ്ണും ഒരുപോലെയാണെന്ന് പറഞ്ഞു. മദീനത്തെ മണ്ണിനെ ഒരാൾ പരിഹസിച്ചാൽ അവഹേളിച്ചാൽ അവന്റെ കൽബും ഈമാനില്ലാതെ അവൻ ചത്തുപോകുമെന്ന് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നെങ്കിൽ, മദീനത്തിന്റെ മണ്ണിനിക്ക് വരെ പ്രത്യേകതയുണ്ടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ പറയുന്ന, നിങ്ങൾ ഏത് പാർട്ടി, ഏത് ഗ്രൂപ്പ്, ഏത് സംഘടന നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ പറയട്ടെ, അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഏറെ വന്നാൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ, നീ ഒരു തൊടാനും മുത്താനും പോകുന്നില്ലെങ്കിൽ വേണ്ട, വെള്ളം കുടിക്കാൻ പോകുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ അതിനെ പരിഹസിച്ച് കളിയാക്കി പൊടിയിലിങ്ങനെ നാട്ടിയിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഇതെവിടെയാണ് പരിഹസിക്കപ്പെടുന്നത്, ആരെയാണ് കളിയാക്കണമെന്നും കൂടി ചിന്തിച്ചിട്ട് മുസ്ലിം ഉമ്മത്ത് ജീവിക്കണമെന്നും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും വേണ്ടാത്തരങ്ങളും ആരും പരത്തരുതെന്നും നല്ലതിന്